ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ. സോഷ്യൽ സയൻസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൻസഫ്. അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാന്ധിജി എങ്ങനെയാണ് ഈ ഒരു സ്ട്രഗിളിലേക്ക് വരുന്നത്, അദ്ദേഹം നയിച്ച വേരിയസ് ആയിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, സോ നമുക്ക് ആ ഒരു ചാപ്റ്റർ നെക്സ്റ്റ് ഒരു സെഷനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞതാണ് ഗാന്ധിജിയുടെ ആ ഒരു മെത്തേഡ് ഓഫ് സ്ട്രഗിൾ മാത്രമല്ല ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, അല്ലാതെയും കുറെ ഫ്രീഡം മൂവ്മെന്റ്സുകൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മെനി അതർ മൂവ്മെന്റ്സ് ഹാഡ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ടുവേർഡ്സ് ഗാന്ധിയൻ അപ്രോച്ച് ടു സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഗാന്ധിജിയുടെ അപ്രോച്ച് നമ്മൾ പറയുന്നതാണ് നോൺ വയലൻസ് ആണ്, അല്ലെങ്കിൽ അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ഒരു ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അതിനോടൊരു ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ദേ ഓൾസോ പ്ലേഡ് ക്രൂഷ്യൽ റോൾസ് ഇൻ അറ്റൈനിങ് ഫ്രീഡം ഫോർ അവർ കൺട്രി. അപ്പൊ ആ ഒരു മൂവ്മെന്റ്സിലെല്ലാം അത് വെറുതെ എന്നല്ല, അതിലും എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന ഒരു നല്ല പോസിറ്റീവ് നമ്മളൊരു ഫ്രീഡം കിട്ടുന്നതിനുള്ള ഒരു കാരണമായിട്ട് ആ മൂവ്മെന്റ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് 1923 ഒരു സ്വരാജ് പാർട്ടി വരുന്നുണ്ട്. CR ദാസ് ആൻഡ് മോട്ടിലാൽ നെഹ്റു, ഇവരാണ് എന്ത് ചെയ്യുന്നത്, സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത് 1923. അപ്പൊ ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പറഞ്ഞതാണ് നിങ്ങൾ ബോയ്ക്കോട്ട് ഇലക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ CR ദാസും മോട്ടിലാൽ നെഹ്റു ഇവരെന്താണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമുള്ള ആളുകളായിരുന്നു. ഇവര് പറഞ്ഞെന്താണ്, അങ്ങനെയല്ല, ആ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മൾ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത് ഇവരുടെ അഭിപ്രായം. അതുപോലെ അവർ ഇലക്ഷനൊക്കെ കണ്ടസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ പറഞ്ഞൊരു രണ്ടാളുകളാണ് CR ദാസ്, അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റു. അപ്പൊ അവരുടെ മൂവ്മെന്റ് പേരാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത് പറയുന്നത് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. റവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, UP ആൻഡ് ബീഹാർ, ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നുള്ള റവല്യൂഷണറീസ് കൂടി ചേർന്നിട്ട് ജോയിൻ ചെയ്താണ് ഫോം ചെയ്തതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടാകുന്നതൊക്കെയാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്, ഇവരൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ്. അപ്പൊ ഈ ഒരു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ അണ്ടറിൽ അവർ ഫോം ചെയ്ത കാര്യമാണെന്ത്, റിപ്പബ്ലിക്കൻ ആർമി. അത് അതിന്റെ ഒരു മിലിറ്ററി വിങ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത് ഇവരുടെ ഒരു മിലിറ്ററി വിങ് ആയിരുന്നു. ആ മിലിറ്ററി വിങ് എന്തിനാണ്, ഓവർത്രോ കൊളോണിയൽ ഗവൺമെന്റ് ത്രൂ മിലിറ്ററി ആക്ഷൻ. ഓക്കെ, അപ്പൊ ഒരു മിലിറ്ററി ആക്ഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി ഒരു മിലിറ്ററി ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യേണ്ടി വരും, ഓവർത്രോ ചെയ്യേണ്ടി വരും എന്നുള്ള ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്ത് ഒരു റിപ്പബ്ലിക്കൻ ആർമി ഫോം ചെയ്തത്. അതിന്റെ മെയിൻ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, ഭഗത് സിംഗ് ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. ഓക്കെ, നമ്മൾ ഭഗത് സിംഗിനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ആർമി ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കൻ ആർമി. ഇവരെന്താണ്, ഓവർത്രോ കൊളോണിയൽ ഗവൺമെന്റ് ത്രൂ മിലിറ്ററി ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, ഗവൺമെന്റിനെ തോൽപ്പിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. രാജ്ഗുരു, സുഖ്ദേവ് ആൻഡ് ഭഗത് സിംഗ് ഷോട്ട് ടു കിൽ സൗണ്ടേഴ്സ് ദ പോലീസ് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് നാഷണൽ ലീഡർ ലാലാ ലജ്പത് റായ്. അപ്പൊ ഈ ഒരു ലാലാ ലജ്പത് റായ്, ഇദ്ദേഹം മരിക്കാൻ കാരണക്കാരനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കൊല്ലാനായിട്ട് ഇവര് മൂന്നുപേര്, രാജ്ഗുരു, സുഖ്ദേവ് ആൻഡ് ഭഗത് സിംഗ്, ഒരു വെടി വെക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭഗത് സിംഗ് ആൻഡ് ബതുകേശ്വർ ദത്ത് ത്രൂ ബോംബ്സ് അറ്റ് ദി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു പ്രൊട്ടസ്റ്റ് ഡ്രക്കോണിയൻ ലോസ് ദാറ്റ് കർട്ടൈൽഡ് സിവിൽ റൈറ്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റൗളറ്റ് ആക്ട് എന്ന് പറഞ്ഞ ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള പല ലോസും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലോക്കൊക്കെ അതിനൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് നിലക്ക് എന്ത് ചെയ്യാണ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ത് ചെയ്യാണ് ഇവര് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും പോയിട്ട് എന്ത് ചെയ്യാണ്, ബോംബ് എറിയാണ്. ആ ഒരു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യാണ്. 1931 എന്ത് ചെയ്യാണ്, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു ഇവരെ അറസ്റ്റ് ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഡേറ്റിൽ ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യണം. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്യും. അവരെ പിന്നീട് എന്ത് ചെയ്യണം, 1931 തൂക്കിക്കൊല്ലുക ചെയ്യുന്നത്. ഒക്കെ നമ്മൾ പല പഴയ സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭഗത് സിംഗിന്റെ ഈ അവരൊരു ശൂരപരാക്രമങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരെ ഫോം ചെയ്ത ആർമിയുടെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരുന്നു അവരുടെ മൂവ്മെന്റ്.
അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല അവർ ഈ പറഞ്ഞ പോലെ നോൺ വയലൻസ് അല്ല, അവരൊരു മിലിറ്ററി ആക്ടിവിറ്റീസിലൂടെ തന്നെ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യണമെന്ന് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്ന ടീമായിരുന്നു. അപ്പൊ അവരെന്താണ് ലാലാ ലജ്പത് റായ്, ഈ അദ്ദേഹത്തെ, ഇതൊരു ഫ്രീഡം ഫൈറ്റർ ആണ്, അദ്ദേഹത്തെ കൊല്ലാൻ കാരണക്കാരായ, അദ്ദേഹത്തിന് മരണത്തിന് കാരണക്കാരനായ പോലീസുകാരനെ വെടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവര് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും 1931 ഇവരെ തൂക്കിലേറ്റുകയും ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസം ആണ്. സോഷ്യലിസം എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. ദ റഷ്യൻ റെവല്യൂഷൻ കോസ്റ്റ് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ടു ടേക്ക് ഹോൾഡ് ഇൻ ഇന്ത്യ ഇൻ 1930s. അപ്പൊ റഷ്യൻ റെവല്യൂഷൻ എന്താ നമ്മൾ പഠിച്ചാണല്ലേ. അപ്പൊ ആ ഒരു റെവല്യൂഷൻ എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജികളാണ്. അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലുള്ള ഫ്രീഡം മൂവ്മെന്റ്സിനെല്ലാം പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ ആൻഡ് അരുണ അസാഫ് അലി ലെഡ് ദ സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ വിത്തിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ എന്ത് ചെയ്തത് നടത്തിയതായിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ ആൻഡ് അരുണ അസാഫ് അലി. ഇവരൊക്കെയാണ് ആ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്യാണ്. അതെന്താണ്, ചെയർഡ് ബൈ ജയപ്രകാശ് നാരായണൻ. അപ്പൊ ആ ഒരു ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ലീഡർ ചെയർ ചെയ്ത മീറ്റിംഗിൽ എന്ത് ചെയ്യാണ്, കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാണ്. ദീസ് ലീഡേഴ്സ് ലെഡ് ദ ഫ്രീഡം മൂവ്മെന്റ് ഫ്രം ദെയർ ഹൈഡൌട്ട്സ് വെൻ ഗാന്ധിജി ആൻഡ് അതർ ടോപ്പ് ലീഡേഴ്സ് ഓഫ് ദി കോൺഗ്രസ് വെർ ജയിൽഡ്. അപ്പൊ ഇവരായിരുന്നു ഇതിന്റെ ഈ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലീഡേഴ്സായ ജയപ്രകാശ് നാരായണൻ, ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്, ഗാന്ധിജീനെ പല സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. സത്യാഗ്രഹത്തിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഹൈഡ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇവര് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അത് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നമ്മൾ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, വളരെ കാര്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ക്വിറ്റ് ഫ്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു സോഷ്യലിസ്റ്റ് കാര്യങ്ങൾ ചിന്താഗതി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലീഡറിൽ ആരുണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ്, സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹം തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യാണ്. അതിന്റെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്തു. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിന് ഹി ടുക്ക് ചാർജ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ ആർമി, INA എന്ന് പറയുന്ന ഒരു ആർമിയിൽ അദ്ദേഹം അദ്ദേഹം അതിന്റെ ഒരു ചാർജ് ഏറ്റെടുക്കുകയാണ്. ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ്. അപ്പൊ റാഷ് ബിഹാരി ബോസ് ഫോം ചെയ്ത ആർമിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി, INA എന്ന് പറയുന്നത്. ഈ INA-യുടെ ഹെഡായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അതിനുശേഷം ചുമതലയേക്കാണ്. He formed a provisional government for free India in Singapore with the aim of forcing the British to get India. അപ്പൊ എന്ത് ചെയ്യാണ്, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി അദ്ദേഹം സിംഗപ്പൂരിൽ പോയി ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് സെറ്റ് ചെയ്യാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഓടിക്കാനായിട്ട് അദ്ദേഹം സിംഗപ്പൂരിൽ പോയിട്ട് ഒരു പ്രൊവിഷണൽ ആയിട്ടൊരു ഗവൺമെന്റ് അവിടെ സെറ്റ് ചെയ്തു. ദി INA ഹാഡ് എ വുമൻസ് റെജിമെന്റ്. അപ്പൊ ഈ INA-യുടെ കേസ് നമ്മൾ പറഞ്ഞു, അതിനൊരു വുമൻസ് റെജിമെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ജാൻസി റെജിമെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. അതിന്റെ കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന ആരാണ്, ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഈ INA-യുടെ ഒരു വുമൻസ് വിങ്ങിന്റെ, അല്ലെങ്കിൽ അതിന്റെ വുമൻസ് വിങ്ങിന്റെ പേരാണ് ജാൻസി റെജിമെന്റ്. ആ ജാൻസി റെജിമെന്റ് ഹെഡ് ആയിരുന്ന ആര്, ക്യാപ്റ്റൻ ലക്ഷ്മി. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജാപ്പനീസ്, ദ INA മാർച്ച് ടു ദി ഈസ്റ്റ് വെസ്റ്റ് ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഹോയിസ്റ്റഡ് ദ ഇന്ത്യൻ ഫ്ലാഗ് അറ്റ് ഇംഫാൽ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ജാപ്പനീസ് ആളുകളുടെ സപ്പോർട്ടോടുകൂടി, ജാപ്പനീസിൽ അന്നുണ്ടായിരുന്ന ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി INA എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ബോർഡേഴ്സിലേക്ക് മാർച്ച് ചെയ്യുകയും ഇംഫാലില് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്, സുഭാഷ് ചന്ദ്രബോസുമായിട്ട് മെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഫോർവേഡ് ബ്ലോക്ക് ആണ്, മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സിംഗപ്പൂരിലൊരു പ്രൊവിഷണൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ INA-യുടെ വുമൻസ് വിങ്ങിന്റെ പേരെന്താണ്, ജാൻസി റെജിമെന്റ്. അതിന്റെ കമാൻഡർ ആരായിരുന്നു, ലക്ഷ്മി, ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഇംഫാലില് കൊടി നാട്ടുന്നത് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിൽ സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്, നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കേണ്ട ഒരാളാണ്.
ദെൻ പെസന്റ് ആൻഡ് വർക്കർ മൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നതാണ് പെസന്റ് ആൻഡ് വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയോളജിസം എന്ന ഇന്ത്യൻ ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് വേരിയസ് ലേബർ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ലേബർ മൂവ്മെന്റ്സ്. നമുക്കറിയാം സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെയാണ്, ലേബേഴ്സിനെ തന്നെയാണ്, ഇതിൽ താഴെത്തട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവർ പല രീതിയിലുള്ള മൂവ്മെന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അതുപോലെ തന്നെ മദ്രാസ് ട്രേഡ് യൂണിയൻ. ഇതൊക്കെയാണ് എന്ത് ആ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ലേബർ യൂണിയൻസ് എന്ന് പറയുന്നത്. ഇനി അതിൽ മറ്റ് എക്സാമ്പിൾസ് ആണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസും ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസും. ഇതെല്ലാം ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഐഡിയോളജീസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ എന്ത് ചെയ്ത് ഫോം ചെയ്ത് വന്ന കാര്യങ്ങളാണ്. അവർ നമ്മൾ പറഞ്ഞതാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെയാണ്, ഫാർമേഴ്സിനെയും വർക്കേഴ്സിനെയൊക്കെയാണ്. അപ്പൊ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള മൂവ്മെന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ട്രേഡ് യൂണിയൻ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസും ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതെന്താന്ന് നോക്കാം. അപ്പൊ AITUCയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഓർഗനൈസ് ആൻഡ് ആക്ട് ആസ് എ വർക്കിംഗ് ക്ലാസ്. അപ്പൊ അവരെന്താണ്, വർക്കിംഗ് ക്ലാസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ, ജോലി എന്താണ് വളരെ എന്താണ് ലോ അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അവരെന്ത് ചെയ്യുക, ഒന്നിച്ചു കൂട്ടുക, അവരിലൊരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ടു കോഓപ്പറേറ്റ് വിത്ത് ദി വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെ വർക്കിംഗ് ക്ലാസ്സിനെയും ഇന്ത്യക്ക് പുറത്തുള്ള വർക്കിംഗ് ക്ലാസ്സിനും തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക. ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പൊ ഇന്ത്യയിലുള്ള ഫ്രീഡം സ്ട്രഗിളിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഈ വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതെല്ലാം ആയിരുന്നു എന്ത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അത് ഫോം ചെയ്ത ആരൊക്കെയാണ്, NM ജോഷിയും ലാല ലജ്പത് റായ്. ഇവരുടെ ലീഡർഷിപ്പിൽ 1920 എന്ത് ഫോം ചെയ്യുന്നത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണിത് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ കിസാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, കിസാൻ എന്ന് പറയുന്നത് എന്താണ്, ഫാർമേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. കിസാൻ എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ്, അതിന്റെ അർത്ഥം എന്താണ്, ഫാർമേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഫാർമർ എന്നാണ്. അപ്പൊ ഇന്ത്യൻ ഫാർമേഴ്സ് റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസ്ഡ് സ്ട്രഗിൾ ഡ്യൂ ടു ദി ടാക്സ് ലോസ് ഓഫ് ബ്രിട്ടീഷ്. അപ്പൊ എന്താണ്, ഫാർമേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് എന്താണ്, പല രീതിയിലും പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, പല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടക്കുന്നത് ഇവർ കാണുകയും അതിന്റെ ഒരു ഗുണം ഇവർ മനസ്സിലാക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഇവർ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ എന്താണ്, സെവറൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ജമീന്ദാർസ് ആൻഡ് ലോ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഫോമിംഗ് പെസന്റ് മൂവ്മെന്റ്സ്. അപ്പൊ എന്താണ്, ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജമീന്ദാർസിന്റെ അടുത്തായാലും ഇവരുടെ പ്രൊഡക്ട്സിന് പ്രൈസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഒരുപാട് ടാക്സ് ഇവരിൽ നിന്ന് മേടിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. അപ്പൊ ഇവർ ആലോചിക്കുകയാണ്, മറ്റുള്ള പല സെക്ഷനുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവര് ഓർഗനൈസ്ഡ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള സ്ട്രഗിൾസ് നടത്തുകയും അതിനെല്ലാം റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ആരുകളാണ്, ഫാർമേഴ്സ് കാണുകയും അങ്ങനെ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുകയും ആ രീതിയിൽ എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രഗിൾ നടത്താൻ എന്ത് ചെയ്യാണ്, ഫാർമേഴ്സ് തീരുമാനിക്കുകയാണ്. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്, ലേറ്റർ കോൾഡ് ഓൾ ഇന്ത്യ കിസാൻ സഭ. ആദ്യം ഇതിനെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് ആയിരുന്നു, പിന്നെ അതിനെന്താണ് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നവർ പേര് മാറ്റിയിട്ടുണ്ട്. വാസ് ഫോംഡ് ഇൻ ലാഹോർ ബൈ ദ എഫേർട്സ് ഓഫ് ലീഡേഴ്സ് NG രംഗ. NG രംഗ എന്ന് പറയുന്ന ആളുടെ ഒരു ലീഡർഷിപ്പിലാണ് എന്ത് ഈ പറയുന്ന ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. They prepared farmers' manifesto that included all basic demands of Indian peasants in the Congress held in Bombay. അപ്പോൾ ഒരു ഫാമേഴ്സ് മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരൊരു ഫാർമേഴ്സ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയും അവരെന്ത് ചെയ്യാണ്, ബോംബെയിൽ നടന്ന ഒരു കോൺഫറൻസിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അതിലുണ്ടായിരുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ്യൂസ് 50% ഓഫ് ലാൻഡ് ടാക്സ് ആൻഡ് ലീസ് ചാർജ്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടാക്സ് തന്നെയായിരുന്നു. വളരെ വലിയ എമൗണ്ട് ഇവരിൽ നിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടാക്സ് എന്ത് ചെയ്യുക, 50% ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലീസ് ചാർജ്, അവർ ഭൂമി പാട്ടത്തിനെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ റെന്റിനെടുത്തിട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. ആ ഒരു ചാർജുകളെല്ലാം പകുതിയായിട്ട് കുറയ്ക്കണം. റൈറ്റ് ഓഫ് ഡെബ്റ്റ്സ്, അവർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി തള്ളണം. ക്യാൻസൽ ഫ്യൂഡൽ ടാക്സസ്, അപ്പൊ ബ്രിട്ടീഷുകാർ ടാക്സ് കളക്ട് ചെയ്ത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്,
അവരുടെ ലാൻഡ് ലോഡ്സും ഫ്യൂഡൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നത്, അതൊക്കെ ഒഴിവാക്കണം. എൻഷുർ മിനിമം വേജ് ഫോർ അഗ്രികൾച്ചർ വർക്കേഴ്സ്. അപ്പൊ എന്താണ്, വർക്കേഴ്സൊക്കെ വളരെ ചെറിയൊരു സാലറിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു മിനിമം വേജ് സെറ്റ് ചെയ്യണം. റെക്കഗ്നൈസ് പെസന്റ് യൂണിയൻസ്. അപ്പൊ ഇവരുടെ പലതരത്തിലുള്ള യൂണിയൻസ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പല യൂണിയൻസ് ഉണ്ട്, അതിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യണം. ഇതെല്ലാമായിരുന്നു അവരുടെ ഫാർമേഴ്സ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഇൻഫ്ലുവൻസ് ചെയ്ത് ഫോം ചെയ്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് ആണ്. അപ്പൊ ഇത് രണ്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു. അവരുടെ ഫാർമേഴ്സിന്റെ ആണെങ്കിൽ അവർ ഒരു മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓർഗനൈസേഷൻ ഓഫ് ലേബേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ആൻഡ് ദർ സബ്സീക്വന്റ് പ്രൊട്ടസ്റ്റ് എനർജൈസ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. അപ്പൊ എന്താണ് ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റുകൾ നമ്മൾ പറഞ്ഞതാണ്, എല്ലാ മേഖലയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മൂവ്മെന്റുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്പ്രെഡ് ചെയ്ത് എവിടെയും എത്തിയില്ല, ലേബേഴ്സിനെയും ഫാർമേഴ്സിന്റെ ഒക്കെ ഉള്ളിലേക്കും കൂടി എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊട്ടസ്റ്റ് എത്തുകയും അതെന്ത് ചെയ്യുന്നു, മൊത്തത്തിലുള്ള നാഷണൽ മൂവ്മെന്റിനെ വളരെയധികം ഒരു എന്താണ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. Their policy of opposing the imperialist policies of British as well as the feudal system in India triggered agitations and revolts in many parts of India. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു മൂവ്മെന്റ്സ്, അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ കിസാൻ സഭയൊക്കെ വരെയും അവരവരുടെ പ്രൊട്ടസ്റ്റുകളായിട്ട് മുന്നോട്ട് ചെയ്തപ്പോൾ പല സ്ഥലത്തും ചെറിയ ചെറിയ സ്ട്രഗിൾസ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. തെബഗ സ്ട്രഗിൾ ഇൻ ബംഗാൾ, തെലങ്കാന സ്ട്രഗിൾ ഇൻ ആന്ധ്രാപ്രദേശ്, നേവൽ മ്യൂട്ടിനി ഇൻ ബോംബെ. ഇതൊക്കെ എന്താണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് അജിറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കിസാൻ സഭയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടായ മറ്റ് സ്ട്രഗിൾസിന്റെ പേരാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കംപ്ലീറ്റ് ചെയ്ത് കാണാപ്പാടം പഠിക്കണമെന്ന് പറയില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു എന്താണ് ഒരു GK നിലക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ലാസ്റ്റ് ടോപ്പിക് എത്താണ്, ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണ് നാഷണൽ മൂവ്മെന്റ്സുകൾ വന്നത്, നാഷണൽ മൂവ്മെന്റ്സ് കൂടാതെ മറ്റ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഇൻഫ്ലുവൻസ് ചെയ്ത മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇനി എങ്ങനെയാണ് ഇൻഡിപെൻഡൻസിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ദി സെക്കൻഡ് വേൾഡ് വാർ ലെഡ് ടു എ ഗ്ലോബൽ കൊലാപ്സ് ഓഫ് ഇമ്പീരിയലിസം. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി മൊത്തത്തിൽ ലോകത്ത് തന്നെ ഒരുപാട് ഇമ്പീരിയലിസ്റ്റ് കോളനീസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇന്ത്യ മാത്രമല്ലായിരുന്നു ബ്രിട്ടീഷിന് കോളനി ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കൺട്രീസ് എന്തായിരുന്നു ബ്രിട്ടീഷിന് കോളനീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നതോടുകൂടി ഇത് പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോൾ അതിനൊരു കൊളാപ്സ്, അതിനൊരു തകർച്ച സംഭവിക്കുകയാണ്. ബ്രിട്ടൻ ലോസ് ഇസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ കോളനീസ് ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ദാറ്റ് ഫോളോഡ്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു ബ്രിട്ടീഷിന്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഒരുപാട് യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ ലോസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇവരുടെ കോളനീസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇന്റൻസിഫൈഡ് ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. അപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള മറ്റ് കോളനീസുകളിലെല്ലാം ഫ്രീഡം മൂവ്മെന്റ്സ് കൂടുതൽ എന്താണ് സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫ്രീഡം മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നത്. അമേരിക്കൻ ആൻഡ് സോവിയറ്റ് പോളിസി അഗേൻസ്റ്റ് കോളനൈസേഷൻ. അപ്പൊ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ, ഇവരുടെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ പോളിസി എന്ന് പറയുന്നത് ഈ കോളനൈസേഷന് എതിരായിരുന്നു. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷിന്റെ ഈ ഒരു വിത്ഡ്രോവലിന് കാരണമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബ്രിട്ടീഷ് ഗവൺമെന്റ് അണ്ടർ ദ ലേബർ പാർട്ടി ലെഡ് ബൈ ക്ലെമന്റ് അറ്റ്ലി സിംപതൈസർ ടു ഇന്ത്യ. അതായതാണ് പുതിയ ബ്രിട്ടീഷ് ഗവൺമെന്റ്, യുദ്ധത്തിന് ശേഷം വേൾഡ് വാറിന് ശേഷം എന്താണ് അവിടെ പുതിയ ഗവൺമെന്റ് വരാണ്. എന്താണ് ലേബർ പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. അതിന്റെ ലീഡർ ആരായിരുന്നു, ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. അദ്ദേഹം എന്താണ് സിംപതൈസർ ടു ഇന്ത്യ, ഇന്ത്യയോടുള്ള ഒരു സിമ്പതി എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന ഫ്രീഡം ഫൈറ്റിനോടൊക്കെ അദ്ദേഹത്തിന് എന്താ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യക്ക് ലീഡർഷിപ്പ് കിട്ടാനായിട്ട് കുറച്ചും കൂടി ഒരു എന്താണ് ഒരു ഫ്രീ വരാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ചാൻസുകളായിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യക്ക് ഫോം ചെയ്ത് വരണം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകാനുള്ളൊരു കാരണം എന്ന നിലക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു കാരണമായിട്ട് വരാണ്. അപ്പൊ എന്താണ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ അവർക്ക് മൊത്തത്തിൽ എന്താണ് ഫിനാൻഷ്യലി അവർക്ക് പ്രശ്നങ്ങളുണ്ടായി, അവരുടെ പാർട്ടിയുടെ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി മാറി വന്നു. അതുപോലെ എന്താണ് മറ്റ് മെയിൻ ആയിട്ടുള്ള പവേഴ്സുകളുടെ ഒക്കെ എന്താണ് പോളിസി എന്ന് പറയുന്നത് ഈ ഒരു കോളനൈസേഷൻ നടത്തുന്നതിനെതിരെയുള്ളൊരു പോളിസി ആയിട്ട് ഫോം ചെയ്തു വന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് എന്താണ് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനായിട്ടുള്ള ഒരു സിമ്പത്തി ഫോം ചെയ്യുന്ന രീതിയിലൊക്കെ വരെയും അങ്ങനെ എന്താണ് നമുക്ക് ആവശ്യമായൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ട് വരാണ്, ഇൻഡിപെൻഡൻസ് കിട്ടാനുള്ള ബാക്ക്ഗ്രൗണ്ടുകളുടെ സെറ്റായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദി ഓൾ ഇന്ത്യ ലീഗ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അലി ജിന്ന റേസ്ഡ് ക്ലെയിം ഫോർ എ സെപ്പറേറ്റ് കൺട്രി കോൾഡ് പാകിസ്ഥാൻ.
സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് എന്താണ് അവിടെ ഒരു ഇന്ത്യയിൽ എന്ത് വരുന്നൊരു ഡിവിഷൻ വരുന്നുണ്ട് അല്ലെ. നമ്മളെ എന്താണ് ഡിവൈഡ് ആൻഡ് റൂൾ, ബ്രിട്ടീഷിന്റെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു തന്ത്രമാർഗം ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പൊ എന്താണ് പാർട്ടീഷൻ, ഇന്ത്യക്ക് ഒരു പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ടീഷൻ നടക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ എന്താണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരു ലീഡർ, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഓൾ ഇന്ത്യ ലീഗ്. ഓൾ ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള പാർട്ടിയാണ് മുഹമ്മദ് അലി ജിന്നയുടെ ലീഡർഷിപ്പിലുള്ള ഓൾ ഇന്ത്യ ലീഗ്. പറയുകയാണെന്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കൺട്രി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടാണ്. The newly appointed Viceroy Lord Mountbatten, who was charged with delivering freedom to India, addressed the issue of partition. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അപ്പോയിന്റ് ചെയ്ത ആളാരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്രഭു എന്നാണ് അദ്ദേഹത്തെ, മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യയുടെ ഫ്രീഡം, ഇന്ത്യക്കുള്ള ഫ്രീഡം എന്ത് ചെയ്യുക, ഡെലിവറി ചെയ്യാന്നുള്ള ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു പാർട്ടീഷൻ എന്നുള്ള ഒരു ആവശ്യം കൂടി എന്ത് ചെയ്യണം, അതിനെ കൂടി അദ്ദേഹം എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. He argued that freedom for India was impossible without partition. അപ്പൊ അദ്ദേഹം പറയുകയാണെന്ത്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ, ആ ഒരു ഫ്രീഡം ഇന്ത്യക്ക് കിട്ടണമെങ്കിൽ പാർട്ടീഷൻ നടന്നേ മതിയാവൂ എന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം പറയാണ്. To support his claim, he came up with Mountbatten plan, which suggested. അപ്പൊ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു പ്ലാൻ ആയിട്ട് വരാണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ആയിട്ട് മുന്നോട്ട് വരാണ്. അതായത് ഈ ഒരു പാർട്ടീഷനെ കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമായിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു ഫ്രീഡം നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും എന്നൊരു അവസ്ഥ എത്തിയപ്പോൾ, അല്ലെങ്കിൽ എന്താണ് അവര് അതിനുവേണ്ടി ഒരു ആളെ തന്നെ, ഒരു ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ഒരു വൈസ്രോയിനെ തന്നെ എന്ത് ചെയ്യണം, നിയമിക്കുകയാണ് ഫ്രീഡം കൊടുക്കാനായിട്ട്. ആ സമയത്താണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ലീഡർ എന്ത് ചെയ്യുന്നത്, ഒരു സെപ്പറേറ്റ് കൺട്രി വേണമെന്ന് പറയും. ഈ ഒരു മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൗണ്ട് ബാറ്റൻ പ്ലാൻ വരെ ഫോം ചെയ്യാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എ സെപ്പറേറ്റ് കൺട്രി വിൽ ബി ഫോംഡ് ഇൻ മുസ്ലിം മെജോറിറ്റി ഏരിയ ആസ് പെർ മുസ്ലിംസ് വിഷ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ ഒരു മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള രാജ്യം, അതാണ് പാകിസ്ഥാൻ, അതെന്ത് ചെയ്യണം, ഫോം ചെയ്യണം. പഞ്ചാബ് ആൻഡ് ബംഗാൾ വിൽ ബി ഡിവൈഡഡ്. അപ്പൊ പഞ്ചാബിനെ ഡിവൈഡ് ചെയ്യും, ബംഗാളിനെയും ഈ അർത്ഥത്തിൽ ഡിവൈഡ് ചെയ്യും. എ റെഫറൻഡം വിൽ ബി കണ്ടക്ടഡ് ടു ഡിറ്റർമിൻ വെദർ ദി നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ഷുഡ് ബി ആഡഡ് ടു പാകിസ്ഥാൻ ഓർ നോട്ട്. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ, അപ്പൊ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന പഞ്ചാബും ബംഗാളും രണ്ട് സ്ഥലത്താണ് അല്ലെ. ഒരെണ്ണം ഈസ്റ്റ് സൈഡിലും ഒരെണ്ണം വെസ്റ്റ് സൈഡിലായിട്ടാണ് കിടക്കുന്നത് ഇന്ത്യയുടെ. രണ്ട് സ്ഥലത്താണ്, പഞ്ചാബും ബംഗാളും എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്താണ്. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ ബംഗാളിന്റെ രീതി, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ എന്ന് പറയുന്നത് ഈ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് എന്താണ്, പാകിസ്ഥാനിലേക്ക് ആഡ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു റെഫറൻഡം കണ്ടക്ട് ചെയ്യണം. എ കമ്മീഷൻ വിൽ ബി അപ്പോയിന്റഡ് ടു ഡിറ്റർമിൻ ദ ബോർഡേഴ്സ് ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ. അപ്പൊ അങ്ങനെ ഒരു കമ്മീഷൻ നിയമിച്ച് അവിടെ ബോർഡേഴ്സ് ഒക്കെ കൃത്യമാക്കണം എന്നുള്ള രീതിയിൽ മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യാണ്, ഒരു പ്ലാൻ ആയിട്ട് മുന്നോട്ട് വരാണ്. ഓക്കെ. While the Indian National Congress and All India League approved the Mountbatten plan, nationalists like Khan Abdul Ghaffar Khan vehemently opposed the partition. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, അതായത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവരും ഓൾ ഇന്ത്യ ലീഗും എന്താണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഈ രീതിയിൽ എന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാം, പഞ്ചാബിനെ അതുപോലെ ബംഗാളിനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ എന്താണ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ ലീഗും അപ്രൂവ് ചെയ്യാണ്. പക്ഷെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അദ്ദേഹത്തെ പോലുള്ള കുറച്ച് നാഷണലിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, അതിനെ ഒപ്പോസ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഫ്രണ്ടിയർ ഗാന്ധി എന്നൊരു വിളിപ്പേരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാരതത്തിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള നാഷണലിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പാർട്ടീഷൻ ശരിയല്ല, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിനെ ഒപ്പോസ് ചെയ്യാണ്. അങ്ങനെ എന്താണ് 1947 ഓഗസ്റ്റ് 15, 1947 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട്സ്. അങ്ങനെ എന്ത് ചെയ്യാണ്, രണ്ട് നാഷണൽ ഫോം ചെയ്യണം, ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് പാകിസ്ഥാൻ എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, രണ്ട് രാജ്യങ്ങൾ ഫോം ചെയ്യാണ്. നമുക്ക് അപ്പൊ എന്താണ് 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ജവഹർലാൽ നെഹ്റു ബിക്കം ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അങ്ങനെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആര് വരാണ്, ജവഹർലാൽ നെഹ്റു വരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ പറഞ്ഞതാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, എങ്ങനെയാണ് പല രീതിയിലുള്ള സ്ട്രഗിൾ നടത്തിയിട്ട് നമ്മൾ ഫ്രീഡം നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പൊ കുറച്ച് ലെങ്താണ്, കുറച്ചധികം കണ്ടന്റ് വരുന്ന ചാപ്റ്റർ ആണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വളരെ ഡീറ്റെയിൽ മെയിൻ കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. സോ ഇത്രയും തന്നെ വളരെ മെയിൻ ആയിട്ട് വരുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എല്ലാ ചാപ്റ്ററുകളിലും ചെറിയ ബോക്സുകൾ ബ്ലൂ കളറിലും മറ്റൊക്കെ ആയിട്ട് ബോക്സുകളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ
ഇൻഫർമേഷൻസ് തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഗാന്ധിജിയുടെ എൻട്രി ആണ്. ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യയിലെ സ്ട്രഗിൾസിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മൂവ്മെന്റ്സിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിന്റെ ഒരു 3 മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നാഷണൽ ലെവലിലേക്ക് ഈ ഒരു മൂവ്മെന്റ്സിനെ എങ്ങനെ വളർത്തിയെടുക്കാൻ ഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കണ്ടു, ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നമ്മൾ കണ്ടു, സോൾട്ട് സത്യാഗ്രഹം നമ്മൾ കണ്ടു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കണ്ടു. അപ്പൊ ഇതിലെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഗാന്ധിജി വന്നതോടുകൂടി എന്ത് ചെയ്യണം, മൊത്തത്തിൽ എന്താണ് പാർട്ടിസിപ്പേഷൻ കൂടുകയാണ്. ഒരു എഡ്യൂക്കേറ്റഡ് സെക്ഷനിൽ നിന്ന് മാറിയിട്ട് മൊത്തം ഏരിയകളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഗാന്ധിജിയുടെ ഇൻവോൾവ്മെന്റ് ഏതെല്ലാം രീതിയിൽ സാധിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗാന്ധിജിയുടെ ആ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ്, അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന് പറയുന്ന ഐഡിയോളജി എത്രത്തോളം ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇത് കൂടാതെ മറ്റ് മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണ് അതും നമ്മൾ കണ്ടു അല്ലെ. ഗാന്ധിജിയുടെ നോൺ വയലൻസ് മൂവ്മെന്റ് അല്ലാതെ വയലൻസ് ബേസ്ഡ് ആയാലും ആ രീതിയിൽ അല്ലെങ്കിൽ മിലിറ്ററി ഓപ്പറേഷൻസ് വഴിയാണ് ഫ്രീഡം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് എന്താണ് ഭഗത് സിംഗിനെ പോലുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള അവരുടെയൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഇൻഫ്ലുവൻസ് ചെയ്ത പല എന്താണ് സ്വരാജ് പാർട്ടി, അതുപോലെ തന്നെ ഈ ഭഗത് സിംഗ് ഫോം ചെയ്ത പാർട്ടീസ്, അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ തന്നെ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്ക്, ഇതെല്ലാം സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് അതിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ പാർട്ടീസ്, സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്, ലേബേഴ്സിനെയും വർക്കേഴ്സിനെയൊക്കെയാണ്. അപ്പൊ അവര് ഫോം ചെയ്ത പാർട്ടീസ്, അവര് എത്രത്തോളം ഇതിനകത്ത് ഈ ഒരു എന്താണ് ഫ്രീഡം സ്ട്രഗിളിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം എങ്ങനെയാണ് ഈ ഒരു എന്താണ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഫ്രീഡം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്ന് ഹെൽപ്ഫുൾ ആയിട്ട് വന്ന സംഗതികൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഫ്രീഡത്തിലേക്ക് എത്തി, എങ്ങനെയാണ് ഫ്രീഡം കിട്ടിയത് എന്ന് വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല, ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടേതായ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. ഒരിക്കലും സോഷ്യൽസ് ബൈ ഹാർട്ട് ചെയ്തല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഇത് വളരെ നമ്മളുടെ നോട്ട്സ് ഉണ്ടാക്കി നമ്മുടെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഞാൻ ഒന്നുകൂടി ഒന്ന് എംഫസൈസ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ.